നമ്മൾ ഇന്ന് ടീ ഒക്കെ കുടിച്ചിട്ട് മാർക്കറ്റിൽ പോയി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് ഇവിടെ ഫുൾ ടൈം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പോലും പറഞ്ഞ കാര്യം ആ ടൈമിന് ചെയ്യാത്ത ഒരാളാണ് ഈ കിടന്നുറങ്ങുന്നത്. സോ ഇന്ന് നമ്മള് ലോകിനെ കുത്തിയെഴുപ്പിച്ച് മാർക്കറ്റിൽ പോകാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ്. ഹായ്, സേ ഹായ്. ഈ കാണുന്ന കോപ്രായത്തിനൊക്കെ ശേഷം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. എന്താന്ന് വെച്ചാൽ ഒരു ഈവനിങ് 4 o'clock ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 9 o'clock ഒക്കെ ക്ലോസ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ തിരിച്ചു വരുമ്പോ എന്തായാലും കുറെ ലഗേജ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് പോകുമ്പോഴത്തേക്ക് ബൈക്കിൽ തന്നെയാണ് പോയത്. ഭയങ്കര ചീപ്പായിട്ടാണ് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത്. തമിഴ്നാട്ടില് എപ്പോഴാണെങ്കിലും ചീപ്പായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഈ സാറ്റർഡേ ഈവനിങ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചീപ്പായിട്ടും ഫ്രഷ് ആയിട്ടും നമുക്ക് വെജിറ്റബിൾസ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് എപ്പോഴും ഈ സാറ്റർഡേ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചപ്പട്ടാണി. ഈ ചെറിയ ഉരുളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്. അതേപോലെ പെട്ടെന്നൊന്നും ഇത് മോശമായിട്ട് പോവില്ല. അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തക്കാളിക്കൊക്കെ ഭയങ്കര വില കുറവായിരുന്നു കേട്ടോ. എന്തോ 15 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ കിലോക്ക്. അപ്പൊ ഞാന് തക്കാളി കുറച്ചധികം വാങ്ങി. നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാലോ, അടുത്ത ആഴ്ച ചിലപ്പോ വില കൂടിയാലോ. അതുകൊണ്ട് 2 ഷോപ്പർ നിറച്ച് വെജിറ്റബിൾസ് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി. സാറ്റർഡേ ഈവനിങ് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് തട്ടുകട ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഒരു തട്ടുദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു. അപ്പൊ അതും കൂടെ കഴിച്ച് ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.